പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. നന്മപ്പൂക്കളുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും പെരുന്നാൾ വസ്ത്രവും വിതരണം ചെയ്തു. കൊച്ചിയിലെ സ്ത്രീ ശാക്തീകരണ കാരുണ്യ പ്രവർത്തന കൂട്ടായ്മയായ നന്മപ്പൂക്കളുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും അർഹരായവർക്ക് പെരുന്നാൾ വസ്ത്രങ്ങളും പ്രാർത്ഥനാ വസ്ത്രങ്ങളും നൽകി. കൊച്ചങ്ങാടി ക്രോസ് റോഡിലെ MJ സെക്രിയ സെറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് വിതരണം നടന്നത്. കൗൺസിലർ M ഹബീബുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ അടുത്ത കാലത്ത് നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് 4 വയസ്സുള്ള കുട്ടിയെ അംഗൻവാടിയിൽ നിന്ന് സ്വന്തം അമ്മ അംഗൻവാടി ടീച്ചറുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് നടന്നകന്ന് കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ആ കുട്ടിയെ നമുക്ക് കാണാനില്ല എന്നുള്ള വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത്. പിന്നീട് നാം പറഞ്ഞു സ്വന്തം അമ്മ തന്നെ ആ കുട്ടിയെ കായലിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നുള്ളത്. കേരളത്തിലെ മനസ്സാക്ഷി മുഴുവനും ഞെട്ടിത്തെറിച്ച ഒരു സംഭവമായി. എങ്ങനെ ഒരു അമ്മക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളത്. പിന്നീട് 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അതിനേക്കാളേറെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി. ആ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ടെന്നുള്ളത്. ഇക്കാലത്ത് നാം ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വന്തം കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് തിരിച്ചു വരുമ്പോൾ ആ കുട്ടികളോട് അന്ന് നടന്ന സംഭവങ്ങൾ മുഴുവനും ചോദിച്ച് മനസ്സിലാക്കാൻ മാതാപിതാക്കൾ തയ്യാറാണ്. ഷീബ നവാസ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ PM ഇസ്മുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു. ദഹിയ ഗഫൂർ, റഹ്മത്ത് സുധീർ, റഷീദ അഷ്റഫ്, സീരത്ത് ഷാഹുൽ, താഹിറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.